എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, ലോക, തലവര തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മദ്രാസി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് മദ്രാസി. ശിവകാർത്തികേയനാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴത്തെ മദ്രാസി സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് മദ്രാസിയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. മദ്രാസി സിനിമ ഒക്ടോബർ മാസം 2-നാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഓടുകുതിര ചാടുകുതിര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അട്ര ഫ്ലോപ്പായ സിനിമയാണ് ഓടുകുതിര ചാടുകുതിര. ഓണത്തിനാണ് സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. ഫഹദ് ഫാസിൽ കല്യാണിയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഫഹദിന്റെ കരിയറിലെ മോശം സിനിമകളിലൊന്നാണ് ഓടുകുതിര ചാടുകുതിര. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ സെപ്റ്റംബർ മാസം 30-നായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ സിനിമകൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിക്കാറ്. എന്നാൽ OTTയിൽ ആർക്കും തന്നെ മമ്മൂട്ടി സിനിമകൾ വേണ്ട. അതിനർത്ഥമാണ് ഡൊമിനിക്കും ബസൂക്കയും. ഡൊമിനിക്കിന്റെ OTT ഇത്രയും കാലമായിട്ട് വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും OTTയിൽ വരാറുണ്ട്. ഇപ്പോഴത്തെ അവസാനം ഡൊമിനിക്കിന്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായ ഡൊമിനിക് ആമസോൺ പ്രൈമിലാണ് OTT റിലീസ് ചെയ്യുന്നത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോടെ സിനിമ വരും. അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുവിധം എല്ലാവരും കാത്തിരിക്കുന്നത് ലോക സിനിമയുടെ OTTക്ക് വേണ്ടിയാണ്. പക്ഷേ ഭൂരിഭാഗം പേരും ലോക സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടവരാണ്. എന്നാലും OTTയിൽ വന്നിട്ട് കാണാനാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമ 250 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രം 100 കോടിക്ക് അടുത്ത് കളക്ഷൻ കിട്ടിയെന്നാണ് റിപ്പോർട്ട്. ഒരു പക്ഷേ മലയാളത്തിൽ ആദ്യത്തെ 300 കോടി ആവാനും സാധ്യതയുണ്ട്. ലോക സിനിമയുടെ OTT വരെ റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയത്. നെറ്റ്ഫ്ലിക്സ് ആണ് ലോക സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഒക്ടോബർ മാസം ആദ്യ വീക്കിലായിരിക്കും ലോക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും അവസാനത്തെ സിനിമയായിരുന്നു ബസൂക്ക. അതിനുശേഷം ഒരു സിനിമ റിലീസാക്കിയിട്ടില്ല. C5 ആണ് ബസൂക്ക വാങ്ങിച്ചിരിക്കുന്നത്. സാധാരണ മമ്മൂട്ടി സിനിമകളുടെ OTT വിറ്റുപോകാറില്ല. എന്നാൽ ബസൂക്കയുടെ OTT നേരത്തെ തന്നെ C5 വാങ്ങി. പക്ഷേ ഇതുവരെ അവർ OTT റിലീസ് ചെയ്തിട്ടില്ല. മമ്മൂട്ടി മികച്ച അഭിനയമാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. ഇപ്പോഴത്തെ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി ബസൂക്ക OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപ് നിതാപ്പള്ളിയാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു റിയൽ സ്റ്റോറി മൂവിയാണ്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. കുറെ കാലമായി തങ്കമണിയുടെ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കിൽ തങ്കമണി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകന സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 20-നായിരിക്കും ആഭ്യന്തര കുറ്റവാളിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു മലയാള സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. തിയേറ്ററിൽ നിന്ന് നല്ല കളക്ഷനും സിനിമ നേടി. പക്ഷേ OTTയിൽ മാത്രം വരുന്നില്ല. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ അടുത്ത വീക്ക് OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേരെ കാത്തിരിക്കുന്ന സിനിമയാണ് സുമതി വളവ്. ഇതൊരു ഹൊറർ കോമഡി മൂവിയായിരുന്നു. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ് സുമതി വളവ്. അർജുൻ അശോകൻ കേന്ദ്ര കഥാപാത്രമായിട്ടാണ് സിനിമയിൽ വന്നത്. ഗോകുലം ഗോപാലനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി സിനിമയിൽ കാണാനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സുമതി വളവ് OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. C5 ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ എക്സ്പയറി ഡേറ്റായി പറയുന്നത് സെപ്റ്റംബർ മാസം 25-ന് മുന്നേ സുമതി വളവ് വരുമെന്നാണ്. അടുത്തൊരു അപ്ഡേറ്റ് കർണ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. പുതിയ താരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല റിപ്പോർട്ടാണ് സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ട് സിനിമ OTTയിൽ വന്നിട്ടില്ല. 2023-ലാണ് സിനിമ റിലീസായത്. ഇപ്പോഴത്തെ കർണ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ സെപ്റ്റംബർ മാസം 28-ന് മുന്നേ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമല്ല സർക്കിറ്റിന് ലഭിച്ചത്. ആസിഫ് അലി നായകനായ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 26-നാണ് സർക്കിറ്റിന്റെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരിവിലും ഗോപുരങ്ങൾ. സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ OTT എന്തുകൊണ്ടോ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ
ആമസോൺ പ്രൈം മാരിവിലും ഗോപുരത്തിൻ്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ സെപ്റ്റംബർ മാസം 25-നായിരിക്കും മാരിവിലും ഗോപുരത്തിൻ്റെ OTT റിലീസ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.